ഒരു നല്ല ബൈക്ക് മേടിച്ചിട്ട് അതിന്റെ ഫുൾ സ്പീഡ് എത്രയാണെന്ന് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ റോഡിൽ ഓടിച്ചാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എതിരെ നിന്ന് വണ്ടികൾ വരാത്ത, സുരക്ഷ ഉറപ്പാക്കാൻ മാർഷലുകൾ കാവൽ നിൽക്കുന്ന, ഇനി എന്തെങ്കിലും അപകടം പറ്റിയാൽ തന്നെ ഉടനെ ഓടിയെത്താൻ റെഡിയായി കിടക്കുന്ന ആംബുലൻസ് ഉൾപ്പെടെ കുഴികളും മണലും ഒന്നുമില്ലാത്ത വീതിയേറിയ റേസ് ട്രാക്കിലൂടെ നിങ്ങൾക്ക് ബൈക്ക് പറപ്പിക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് ട്രാക്ക് ഡേ. ഇന്ത്യയിൽ റേസ് ബൈക്ക് നന്നായി ഓടിക്കാൻ പറ്റിയ 4 വലിയ ട്രാക്കുകളാണുള്ളത്. ഏറ്റവും വലുത് നോയിഡയിലുള്ള ബുദ്ധ് സർക്യൂട്ട്. അവിടെയാണ് MotoGP നടന്നത്. പിന്നെയുള്ള 3 നമ്മുടെ അടുത്താണ്. കോയമ്പത്തൂരിൽ 2, കരി റേസ് ട്രാക്കും F1 റേസർ നരേൻ കാർത്തികേയന്റെ ഉടമസ്ഥതയിലുള്ള കോസ്റ്റ് റേസ് ട്രാക്കും. പിന്നെയുള്ളത് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സിന്റെ തറവാട് എന്ന് വിളിക്കപ്പെടുന്ന മദ്രാസ് ഇന്റർനാഷണൽ സർക്യൂട്ടാണ്. ഇത്രയും സംവിധാനങ്ങളൊക്കെ ശരിയാക്കി നമുക്ക് ഓടിക്കാൻ അവസരം കിട്ടണമെങ്കിൽ നല്ല ചിലവ് വരും. ബുദ്ധ് സർക്യൂട്ടിലാണെങ്കിൽ ഒരു ദിവസത്തെ വാടക ഏതാണ്ട് 20 ലക്ഷത്തിനടുത്ത് വരും. മദ്രാസിലോ കോയമ്പത്തൂരിലോ ആണെങ്കിൽ ഏതാണ്ട് 2-3 ലക്ഷം രൂപ വരും. ചില ദിവസങ്ങളിൽ ഈ ട്രാക്കുകൾ തന്നെ ട്രാക്ക് ഡേ നടത്താറുണ്ട്. ഇതിൽ ട്രെയിനിങ് ഉണ്ടാവില്ല, പക്ഷേ അതിന് അല്പം ഫീസ് കുറവായിരിക്കും. അവിടെയാണ് റേസിംഗ് സ്കൂളുകൾ നടത്തുന്ന ട്രാക്ക് ഡേകളുടെ പ്രസക്തി. അത്തരം ട്രാക്ക് ഡേയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ ഈ വലിയ വാടക പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. പല ട്രാക്കുകൾ അനുസരിച്ച് 10,000 മുതൽ 25,000 വരെ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ചിലവ് വരും. പിന്നെ ട്രെയിനിങ് വേണ്ടവർക്ക് അതും കൊടുക്കും. പിന്നെ വെള്ളം, ഭക്ഷണം, ബൈക്ക് റിപ്പയറിംഗിന്റെ സപ്പോർട്ട്, ഇതെല്ലാം ട്രാക്ക് ഡേ നടത്തുന്ന റേസിംഗ് ടീം തരും. സ്വന്തം ബൈക്ക് ഏറ്റവും വേഗതയിൽ ഓടിച്ച് ആസ്വദിക്കാൻ ഒരു അടിച്ചുപൊളി ദിവസമാണ് ട്രാക്ക് ഡേ എന്ന് പറയുന്നത്.